ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ട്രൂ കോളർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മളുടെ മൊബൈലിൽ നിന്ന് ഏതൊക്കെ ഡേറ്റകളാണ് കളക്ട് ചെയ്യുന്നതെന്നും ഈ കളക്ട് ചെയ്യുന്ന ഡേറ്റകൾ അവരെവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്നും അത് കൂടാതെ തന്നെ ഇത് അവരല്ലാതെ മറ്റേതെങ്കിലും ഏജൻസികൾക്ക്, അതായത് ഇപ്പോൾ പരസ്യം ചെയ്യുന്നവർക്കും മറ്റുമൊക്കെ ആയിട്ട് ഈ ഡേറ്റ നൽകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് അധികം നീട്ടാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ പറഞ്ഞ സർവീസ് നമ്മളിപ്പോൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ അലോ എന്ന് പറഞ്ഞ് നമ്മൾ ക്ലിക്ക് ചെയ്ത് പോകുന്നുണ്ടല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ അതിന് പെർമിഷൻസ് അലോ ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഇപ്പോൾ ഈ സൈഡിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ മൊബൈലിൽ സെറ്റിംഗ്സിൽ പോവുകയാണെങ്കിൽ നമുക്ക് ആപ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇപ്പോൾ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ നമ്മളുടെ മൊബൈലിൽ അതായത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ ലിസ്റ്റ് കാണാൻ സാധിക്കും. നമ്മൾ താഴത്തോട്ട് വരികയാണെങ്കിൽ നമ്മൾ ഇവിടെ ഇപ്പോൾ അതിനകത്ത് ട്രൂ കോളർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മളൊന്ന് ആദ്യം തന്നെ ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിന് താഴത്തോട്ട് വീണ്ടും വരികയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും പെർമിഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ കാണാം. അപ്പോൾ ഈ പെർമിഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അതിൽ ഒരുപാട് കാര്യങ്ങളുടെ പെർമിഷൻ ഉണ്ട്. അതായത് കോൺടാക്ട്സ് അവർക്ക് ആവശ്യമായിട്ടുള്ളതാണ്. കാരണം വെച്ചാൽ അത് ഉപയോഗിച്ചുകൊണ്ടാണ് അവർ മറ്റാളുകളെ, ആരുടെ പേരിലാണ് നമ്മുടെ മൊബൈലിൽ സേവ് ചെയ്തിരിക്കുന്ന പേരുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ന ആളാണെന്നുള്ള രീതിയിൽ ആളുകളെ കാണിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് നമ്മളുടെ കോൺടാക്ട്സ് ആവശ്യമാണ്. പക്ഷെ നിങ്ങൾക്ക് ഇതിൽ നോക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും സ്റ്റോറേജ് അതിന്റെ ഒരു ആക്സസ് അവരെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടെലിഫോൺ, അതായത് നമ്മുടെ കോൾസിന്റെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ മൊബൈലിലെ സ്റ്റോറേജ്. ഇപ്പോൾ ബാങ്കിൽ അക്കൗണ്ട് ബാലൻസ് ഉണ്ടാകണം നിർബന്ധമൊന്നുമില്ല. നമ്മളുടെ ഡേറ്റ പുറത്ത് പോയി കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും തരത്തിൽ ദുരുപയോഗം ചെയ്യാനായിട്ട് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഉദാഹരണം നമ്മൾ കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മളുടെ ഇപ്പോൾ ഗാലറിയിൽ തന്നെ നമ്മളുടെ ആധാർ കാർഡ് അല്ലെന്നുണ്ടെങ്കിൽ പാൻ കാർഡ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടെങ്കിൽ അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പുതിയ സിം കാർഡ് എടുക്കുക, അങ്ങനെയുള്ള ഇപ്പോൾ ഡാർക്ക് വെബിലൊക്കെ അതുപോലുള്ള ഡേറ്റ എല്ലാം അവർ അപ്ലോഡ് ചെയ്തിട്ട് അത് വിൽപ്പനയ്ക്ക് വെക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഡേറ്റ മറ്റാരെങ്കിലും കൊണ്ടുപോവുകയാണെങ്കിൽ അത് സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തായിരിക്കും അത് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതിന്റെ പ്രൈവസി ആൻഡ് പോളിസി നമ്മൾ അലോ ചെയ്ത് പോകുന്നുണ്ട്. അതിലേക്കൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ടാണെങ്കിൽ അതെവിടെയാണ് നമുക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ട്രൂ കോളർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും താഴത്തോട്ട് വരുമ്പോൾ ഡെവലപ്പർ കോൺടാക്ട്, ഇപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ ഡെവലപ്പർ കോൺടാക്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് താഴെയായിട്ട് പ്രൈവസി ആൻഡ് പോളിസി എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ അതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതെല്ലാം തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ ഒരുപാട് സമയം എടുക്കും. അതിലൊരു മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്, ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ ഈ കളക്ട് ചെയ്യുന്ന ഡേറ്റ എന്ന് പറയുന്നത് സെക്യൂർ ആണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇത് മറ്റ് പല ഏജൻസികൾക്കും പരസ്യത്തിനും അല്ലെങ്കിൽ ഇതിന്റെ പെർഫോമൻസ് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടൊക്കെ നൽകുന്നുണ്ടെന്ന് പറയുന്നു. കോൺടാക്ട്സ് ഒഴികെയുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന തീർച്ചയായിട്ടും ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എസ് എം എസിലൂടെ കിട്ടുന്ന വിവരങ്ങൾ, നമ്മളുടെ അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ടെന്നുള്ളതിന്റെ മെസ്സേജ് നമുക്ക് വരുന്നത് അടക്കമുള്ള ഇൻഫർമേഷൻസ് മറ്റു പലർക്കും ലഭിച്ചാൽ അവർക്ക് അതിനനുസരിച്ചുള്ള പരസ്യങ്ങൾ തയ്യാറാക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നൽകുന്നതാണെന്ന് അവർ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇത് ഒരു അപകടം പിടിച്ച ഒരു കാര്യം തന്നെയാണ്. ഇനി അതിൽ അഞ്ചാമത്തെ പോയിന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് സേവ് ചെയ്യുന്നത് ഇപ്പോൾ ഇന്ത്യക്ക് പുറത്തുള്ള പല സ്ഥലങ്ങളിലായിരിക്കും. കാരണം ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറയുന്നതായിരിക്കും ഈ പറഞ്ഞ കളക്ട് ചെയ്യുന്ന ഡേറ്റ എല്ലാം സേവ് ചെയ്യുകയും അത് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അത് ഇന്ത്യക്ക് പുറത്തുള്ള പല സ്ഥലത്തായിരിക്കും സേവ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ സേവ് ചെയ്യുമ്പോൾ അവിടുത്തെ നിയമം അനുസരിച്ചുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അത് പുറത്തു പോയാൽ അവിടെ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. അവിടുത്തെ നിയമം അനുസരിച്ചുള്ള നമുക്കൊന്നും ചെയ്യാൻ സാധിക്കാത്തൊരു ലെവലിലേക്ക് കാര്യങ്ങൾ മാറുന്നതാണ്. അതാണ് അതിനകത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ പ്രൈവസി വളരെ ഇമ്പോർട്ടന്റ് ആണെങ്കിൽ നമുക്കിത് ഈ പറഞ്ഞ സംവിധാനം നമ്മുടെ മൊബൈലിൽ നിന്ന് ഒഴിവാക്കാം. പക്ഷെ ആദ്യം തന്നെ ഒരു കാര്യം ചെയ്യുന്നത് ഈ പെർമിഷൻസ് എല്ലാം നമുക്ക് ക്ലോസ് ചെയ്തിടാം. അത് നമ്മൾ ആദ്യം കണ്ട പോലെ തന്നെ സെറ്റിംഗ്സിൽ പോയിട്ട് ആ പറഞ്ഞ ആപ്ലിക്കേഷൻ എടുത്തിട്ട് നമ്മുടെ സ്വാഭാവികമായിട്ട് അതിന്റെ കൊടുത്തിരിക്കുന്ന പെർമിഷൻസ് എല്ലാം ഓഫ് ചെയ്യാം. ഇനി ഇത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഒരു കാരണത്തിൽ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയരുത്. അതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ ഇപ്പോൾ ഇത് കാണുന്ന പോലെ ട്രൂ കോളറിൽ തന്നെ പോയിട്ട് ആ 3 ഡോട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സൈഡിലുള്ള 3 ഡോട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴെ തീർച്ചയായിട്ടും പ്രൈവസി സെന്റർ എന്ന് പറയുന്ന ഓപ്ഷൻ താഴെയായിട്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഡീആക്ടിവേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ആദ്യം അത് ഡീആക്ടിവേഷൻ ചെയ്യണം. അതിനുശേഷം നമ്മൾ വെബിൽ പോയിട്ട് ഇപ്പോൾ അതിന്റെ ആ ഒരു വെബിൽ പോയിട്ട് ഏത് ലിങ്കിലാണ് അത് അൺലിസ്റ്റ് ചെയ്യുന്നത് അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ അത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ പേജ് വരും. അതിൽ നമ്മൾ നമ്പർ കൊടുത്തതിന് ശേഷം അൺലിസ്റ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ഡേറ്റ, അത് നമ്മളുടെ ഡേറ്റ അവർ സേവ് ചെയ്തിരിക്കുന്നത് റിമൂവ് ആകും. പക്ഷെ നമ്മളപ്പോഴും ഒരു ചെറിയ സംശയം ആളുകൾക്ക് നിൽക്കാറുണ്ട്, ഇത് അൺലിസ്റ്റ് ചെയ്തവരുടെയും മൊബൈലിന്റെ നമ്പറുകൾ മറ്റാരെയും കാണിക്കാറുണ്ട്, മറ്റാളുകൾ കാണിക്കാറുണ്ട്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും മറ്റാരെങ്കിലും ഇതേ പേര് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേര് ഉപയോഗിച്ചാണ് അവർ കാണിക്കുന്നത്. പക്ഷെ ഡേറ്റ നമ്മളുടെ റിമൂവ് ആവും, നമ്മളുടെ ഡേറ്റ അവരിൽ സേവ് ആയിരിക്കുന്ന റിമൂവ് ആകുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ പ്രൈവസി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്രയധികം പ്രൈവസി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള കാര്യങ്ങളൊന്ന് അൺലിസ്റ്റ് ചെയ്ത് വെക്കുക. ഇനി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആരാണ് വിളിക്കുന്നത് അറിയുന്നതിന് വേണ്ടിയാണല്ലോ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിന് അത്ര അത്യാവശ്യമാണെങ്കിൽ ഈ വേറൊരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് ആ മെയിൽ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ പേഴ്സണൽ മെയിൽ ഐ ഡി പലപ്പോഴും മൊബൈൽ നമ്പറൊക്കെ ലിങ്ക് ആയിരിക്കും, വേറൊരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കും. ആവശ്യമുള്ളപ്പോൾ വെബിൽ പോയി തന്നെ നമുക്ക് ഈ പറഞ്ഞ മെയിൽ ഐ ഡി ഉപയോഗിച്ച് ലോഗിൻ ചെയ്തിട്ട് ആ നമ്പർ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ
ഈ ആരാണ് കോൾ ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻസ് അറിയാൻ സാധിക്കുന്നതാണ്. ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഇത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. കൂടാതെ മറ്റു വീഡിയോകളൊക്കെ ഒന്ന് കണ്ടു നോക്കിയതിനു ശേഷം താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് അറിയാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.